ഹലോ ഗൈസ്, നമ്മളിന്ന് സോയ ചങ്ക്സ് കറിയാണ് ഡിന്നറിന് ഉണ്ടാക്കിയത്. കെറ്റില്ല. അതിന് വേണ്ടിയിട്ട് ആദ്യമേ നമ്മൾ ഓണിയൻസ് മേടിക്കാൻ വേണ്ടി ഷോപ്പിൽ പോയായിരുന്നു. ഇവള് നോക്കിയൊക്കെ എടുക്കേണ്ടത്, പക്ഷേ ഇതിൽ നോക്കിയെടുത്തതിൽ 2 ചീഞ്ഞ സബോള ഉണ്ടായിരുന്നു ഗൈസ്. അങ്ങനെ പൊടികളൊക്കെ മേടിച്ചിട്ട് നമ്മൾ നേരെ റൂമിൽ പോയി സോയാബോൾ വേവിക്കാനിട്ടു, ചൂടുവെള്ളത്തിൽ കെറ്റിൽ തിളപ്പിക്കാനിട്ടു. ഇത് സാലഡിന് വേണ്ടിയിട്ടുള്ള സബോള ഇരുന്ന രംഗമാണ് ഗൈസ്. അങ്ങനെ വെന്ത് വന്നിട്ട് നമ്മൾ നല്ലോണം പിഴിഞ്ഞെടുത്തു. എന്നിട്ടത് ചെറുതായി കട്ട് ചെയ്തെടുത്തു ഗൈസ്. ഈ പോണ പോക്ക് എങ്ങോട്ടാന്ന് ചോദിച്ചാൽ ഇതൊരു കറിവേപ്പില പറിക്കാനുള്ള സീനാണ് ഗൈസ്. അപ്പുറത്തെ വീട്ടിലെ കറിവേപ്പില എത്തി വലിച്ച് പറിക്കാനായിട്ട് കഷ്ടപ്പെടുന്ന മരിയാപ്പീനെയാണ് നമ്മൾ കാണുന്നത്. അങ്ങനെ നമുക്ക് കരിയാപ്പില കിട്ടിയിട്ടുണ്ട് ഗൈസ്, ഈ കറിക്കിടാൻ വേണ്ടിയിട്ടാണ്. പിന്നെ സവോള ചെറുതാക്കി അരിഞ്ഞു, കെറ്റിലേക്ക് എണ്ണ ഒഴിച്ചു, അതിലേക്ക് കുറച്ച് കടുകിടാം. ഇത്രയും കടുകിട്ടില്ലെങ്കിലും കുഴപ്പമില്ലാട്ടോ ഗൈസ്. പിന്നെ കുറച്ച് ഇഞ്ചി അരിഞ്ഞിട്ടു, അതിലേക്ക് കുറച്ച് വെളുത്തുള്ളി ചതച്ചും കൂടി ഇട്ടു. എന്നിട്ട് നല്ലോണം ഇളക്കി ഒന്ന് മൂത്ത് തന്നെ വരെ ഇളക്കിക്കൊണ്ടിരുന്നു. പിന്നെ അതിലേക്ക് കുറച്ച് കട്ട് ചെയ്ത് ചില്ലി ഇട്ടു. പിന്നെ നമ്മൾ പറിച്ചുകൊണ്ട് വന്ന കറിവേപ്പിലയും കൂടി അതിലേക്ക് ഇട്ടു ഗൈസ്. പിന്നെ ഓണിയൻസും കൂടി ഇട്ടിട്ട് കുറച്ച് ഈ ടൈമിൽ ഉപ്പും കൂടി ഇട്ട് നല്ലോണം ഇട്ട് വഴറ്റിയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ കട്ട് ചെയ്ത് വെച്ച സോയയിലേക്ക് കുറച്ച് ഗരം മസാലയും മട്ടൻ മസാലയും ചിക്കൻ മസാലയും ഒക്കെ ഇട്ടൊന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ ഓണിയനിലേക്ക് കുറച്ച് തക്കാളി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി ഒക്കെ ഇട്ടിട്ട് നല്ലോണം മിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ കയ്യിലുണ്ടായിരുന്ന ചിക്കൻ മസാല, ഗരം മസാല, പിന്നെ എന്തൊക്കെയൊക്കെയോ മസാല ഉള്ളതൊക്കെ നമുക്ക് കുറച്ച് അങ്ങനെ ചേർത്ത് കൊടുക്കാം ഗൈസ്. പിന്നെ നല്ലോണം മിക്സ് ചെയ്യുക. ഒന്ന് നല്ലോണം വാടി വരുമ്പോഴത്തേക്ക് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന സോയ ചങ്ക്സും കൂടി ഇട്ട് സെറ്റായി മിക്സ് ചെയ്തെടുക്കുക. അടിപൊളി ടേസ്റ്റ് ആയിരുന്നു ഗൈസ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. താങ്ക്